ഇന്ന് നമ്മൾ മത്തി വെച്ചിട്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. നല്ല നെയ്യുള്ള മത്തിയാണ്. പിന്നെ അതിന് വേണ്ടത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് വിനാഗിരി. ഞാനിനി അതെങ്ങനെ മിക്സ് ചെയ്ത് മത്തി പൊള്ളിച്ചത്, വാഴയിലയിൽ പൊള്ളിച്ചതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം 1 by 1. ഇതിടുന്നു. ഫസ്റ്റ് നമ്മൾ ചട്ടിയിലോട്ട് കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചുവന്ന മുളക് പൊടി നമ്മളിതിനകത്ത് ചേർക്കണില്ല കേട്ടോ. കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് നമ്മളിതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മീൻ പുരട്ടി വയ്ക്കണം. അപ്പോൾ ഇത്ര ഐറ്റം ഇട്ടു, ഈ 3 ഐറ്റം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ. എന്നിട്ടും നന്നാക്കി വെട്ടി കഴുകി വെച്ചേക്കണ മത്തി ഇങ്ങനെ വരഞ്ഞെടുത്തതിന് നമ്മൾ ഇതിനകത്ത് പുരട്ടി വെക്കണം ഫസ്റ്റ്. അപ്പോൾ ഇതിന് ഉപ്പുണ്ടോ നോക്കാം ഈ മിക്സിന്. എന്നിട്ട് നമ്മളിതിലേക്ക് ഇടുന്നു. മസാല ഇതിൽ പിടിക്കട്ടെ, കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി കുറച്ചധികം വേണം. ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പില, വാഴല. 200 ഗ്രാമിൻ്റെ താഴെ ചുമന്നുള്ളി ഉണ്ട് കേട്ടോ. ചുമന്നുള്ളി കൂടുതൽ ചേർക്കുന്നത് അത്രയും നല്ലതാണ്. അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഉള്ളി അരിയുമ്പോൾ ഇത്തിരി ഇങ്ങനെ കുറച്ച് മുഴുത്തതായിട്ട് അരിയണം കേട്ടോ. തീരെ സ്ലൈസാകണ്ട, ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ കൂട്ടിലോട്ട് പാകത്തിനുള്ള ഒരു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് മീൻ പുരട്ടിയത് ഞാൻ പറഞ്ഞല്ലോ. കുരുമുളകും ഉപ്പും മഞ്ഞളും മാത്രമാണ് നമ്മൾ മീനിൽ പുരട്ടി വെച്ചത്. അപ്പോൾ കുറച്ച് കുരുമുളക് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. വേറെ എരിവായിട്ട് വേറെ ഒന്നുമില്ല, മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പേരിന് ഇതിനകത്ത് ചേർക്കേണ്ടത്. ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് മതി. ഇപ്പോഴും നമ്മൾ സ്റ്റൗ കത്തിക്കണം. ഈ ചട്ടിമേലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വാഴല നിങ്ങൾക്ക് നല്ല പച്ച വാഴല എടുത്തു കേട്ടോ. ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് ഇതൊന്ന് വാടിക്കോളൂ. എൻ്റെ കയ്യിൽ കുറച്ച് പറിച്ചിട്ട് കുറച്ച് സമയമായ വാഴലയാണ്. ഒന്ന് വാടിക്കോളും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. മുകളിലേക്ക് ഈ മസാല കൂട്ട് ഇതിൻ്റെ മുകളിൽ വിതറണം. മീൻ ഇതിൻ്റെ മുകളിലേക്ക് പറിച്ച് വയ്ക്കാം. നാലെണ്ണം വയ്ക്കാൻ മതി. എന്നിട്ട് ഈ മീനിൻ്റെ മുകളിലും കുറച്ച് ഉള്ളിയുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒന്ന് മൂടി വയ്ക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, തീ കൂട്ടിയിടണ്ട. എന്തായെന്ന് നോക്കാം. ഈ വാഴയിലൊക്കെ ഇങ്ങനെ വാടി മീനിൻ്റെയും കൂടി നല്ല സ്മെല്ലാണ്. കണ്ടോ?
ഇതാണ് അവസ്ഥ. ഈ വാഴലേപ്പാട് തന്നെ നമ്മൾ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് മറക്കണേ. ഒന്നും കൂടി ആയിട്ട് മറക്കാം കേട്ടോ. ഇച്ചിരി ഒരു 5 മിനിറ്റ് കൂടി കുറവ്. ഇപ്പം മീൻ കണ്ടതേ ഇങ്ങനെ കുറച്ച് ഒരു പകുതി വേവായിട്ടുണ്ട് കണ്ടോ. ഇതിനെ മറിച്ച് ഈ ഇലയപ്പാട് തന്നെ മറിച്ചിടാം. മറ്റേ പക്ഷേ ഉള്ളിയും ഒക്കെ വാടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പുതിയ നമുക്ക് മറിക്കണം. സൂക്ഷിച്ച് ചെയ്യണം, സൂക്ഷിച്ച്. അത് ഓരോന്നോരോന്നും അങ്ങനെ മറിച്ചാൽ മതി. മറക്കുമ്പോൾ സൂക്ഷിച്ച് മറിയണം കേട്ടോ. ആ മൂടി കയ്യിൽ നിന്ന് ഒരു തുണിയൊക്കെ വെച്ചിട്ട്. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി വീണ്ടും 10-15 മിനിറ്റോ ചെറിയ തീയിലാണ് വെട്ടേണ്ടത്. മീനിലുള്ള വെള്ളമൊക്കെ വറ്റി കണ്ടോ. ഒരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വാങ്ങി നോക്കാം. 15 മിനിറ്റൊക്കെ ആയിട്ട് കേട്ടോ. നമ്മുടെ മീൻ തുറന്നു നോക്കാം, ഇങ്ങനെ ഇരിക്കണം നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഉള്ളിയും ഈ മീനും കൂടി, ഉള്ളി തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഉള്ളി കൂട്ടി ഇത് മീൻ വറുത്ത് കഴിക്കുന്ന പോലത്തെ ആ ഒരു ഇതില്ല. വേറെ ഗ്രേവി ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ആ മസാല ഉണ്ടല്ലോ, ഉള്ളിയും മീനും ആ വേപ്പിലയും കൂടിയൊക്കെ ചേർന്ന് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഭയങ്കര. പിന്നെ ഈ വാഴയിലയിൽ വെച്ച് പൊളിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഇത് നെയ്ച്ചാള ആകുമ്പോഴത്തേക്കും ആ ചാളയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. നെയ്യുള്ള ചാള മേടിക്കാൻ നോക്കണം കേട്ടോ, നല്ല നാടൻ ചാള. അതിനാണ് ടേസ്റ്റ്.